ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വരെ കിടപ്പുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ഇടാനുള്ള ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ആക്ച്വലി കേസിന്റെ പൊക്കത്ത് തീർക്കുന്ന വഴി ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെങ്ങാണോ ഇതാണോ വഴി? ഇവിടെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കോ പോയിന്റ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ ഐ തിങ്ക് മറ്റേ ആദ്യം തന്നെ കയറി പോകണമെന്നാണ് ഗൈസ്. ഇവിടെ കണ്ടു, ഇവിടെ മൊത്തം പാറയും സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ വഴി തന്നെ ആയിരിക്കും ഇങ്ങോട്ടൊന്ന്. ഇന്ന് ഒരുപാട് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് പക്ഷെ നടക്കാനായിട്ട്. ഗൈസ് കണ്ട ഒരു കാട് പ്രദേശമൊക്കെ പോലെ നല്ല രസമുണ്ട്. ഇവിടെ ആരൊക്കെ കിടന്ന് അലയ്ക്കുന്ന സൗണ്ടൊക്കെ ഞാൻ നേരത്തെ കേട്ട്. സാധാ ഒരു റബ്ബറും തോട്ടം, ജസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി. പക്ഷെ വണ്ടി കൊണ്ടുവരാൻ പറ്റും ഗൈസ് ഈ റോഡിൽ. പക്ഷെ ആരും വണ്ടി കൊണ്ടുവന്നിട്ടില്ല. ഇനി അവർ നിർത്തിച്ചതാണോ അതോ ഇല്ലേ? പക്ഷെ അവിടെ വണ്ടിയുടെ ടയറിൻ്റെ പാടൊക്കെ ഉണ്ട്, നോക്കി. ഈ കുരിപ്പ് ഇറക്കുമ്പോൾ കയറിപ്പോന്നുണ്ട്. ചുമ്മാ വ്ളോഗ് എടുക്കുവാടാ, ഒന്നുമില്ല. എന്താ അവിടെ ഇവിടെ ഇരിക്കാനുള്ള ചെറിയൊരു സംഭവവികാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ ഒരു കുഞ്ഞു കടയുണ്ട് ഗൈസ്. കണ്ട, ഇത് ഞാൻ ആ വീഡിയോയിലും കണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കടയുള്ളത്. അയ്യോ വരാടാ. ആ ഗൈസ് ഇവിടുത്തെ ചെറിയ കാവ്. ഇങ്ങനെയാണോ വഴിയുണ്ടോ ഏട്ടാ? അങ്ങോട്ടാണ് പോകണ്ടോ ഗൈസ്? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എങ്ങോട്ടൊക്കെ പോകണമെന്ന് വലിയ എനിക്കറിയാൻ പാടില്ല. എവിടെ ഞാൻ നിൽക്കുന്നില്ല, പക്ഷേ ഈ സ്റ്റെപ്പ് ഞാൻ കണ്ടെത്തി കേട്ടാ. ഇതിൻ്റെ പൊക്കത്ത് കയറി പോയി നോക്കാമല്ലോ കൊണ്ടത്. ഇങ്ങനെ പേര് പേരിച്ച് നടക്കാനായിട്ട് ഇവിടെ വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക്. അയ്യോ, എന്നാലും വന്നൊന്ന് കാണാം അതൊക്കെ. നല്ല തണുപ്പുണ്ട് ഗൈസ്. നേരത്തെ ഒരു ഷോർട്സിനകത്ത് കണ്ട പോലെ കിഡിലും തണുപ്പ്, നല്ല രസമുണ്ട്, നല്ല കാറ്റ്. പക്ഷെ ഇങ്ങോട്ട് കയറുന്ന വഴി മാത്രം കുറച്ച് തെറ്റിപ്പോയി. തെക്ക് വടക്കൊക്കെ കയറിയിട്ട് ഞാൻ ഇവിടെ എത്തിയത്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് വെളിയം പഞ്ചായത്തിൽ ഏകദേശം ഒരു 300 ഏക്കർ സ്ഥലത്ത് റോഡിൽ നിന്ന് ഏകദേശം ഒരു 1000+ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഈ മുട്ടറമര. ഇവിടെ എന്തൊക്കെ ആയുർവേദ സംഭവങ്ങൾ അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഈ സമയം ഇവിടെ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ മൊത്തം വേസ്റ്റാണ്. ഐ ഡോണ്ട് ലൈക്ക്. പക്ഷെ സ്ഥലം കൊള്ളാം, വേസ്റ്റ് കൊണ്ടുപോകും. ഇനി വരുന്നവരുടെ വേസ്റ്റ് ഇട്ടോ ചാൻസ് തിരിക്കുന്ന. ഓ മൈ ഗോഡ്, പറഞ്ഞു തരുന്നില്ല, അതേ കിടക്കണു ഗൈസ്. ഏതായാലും ഇവിടെ വരെ വന്നില്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ അങ്ങനെ ശരിയാവണേ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വരെ കിടപ്പുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ഇടാനുള്ളൊരു ബോക്സ് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ കൺമുന്നിൽ കണ്ട വേസ്റ്റൊക്കെ അങ്ങ് അതിവാരിയിടാന്ന് വിചാരിച്ചു ഗൈസ്. അത് ചെയ്തിട്ട് പോകാം നമുക്ക്. ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ അവരും ഇതേപോലെ ചെയ്യും ഗൈസ്. ഭയങ്കര രസമായിരിക്കും. ഹാപ്പി ആവട്ടെ ഗൈസ് എല്ലാവരും. ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ പറക്കി ഒതുക്കിയാലും തീരത്തില്ല ഗൈസ്. വൺ ഡേ ഒന്നും പോരെ ഗൈസ് ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ. നിങ്ങളടുത്ത് ഞാൻ കാണിച്ചു തന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ച് നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു ബാസ്ക്കറ്റും ഉണ്ട്. എന്നാൽ ഒരു തെണ്ടികളും ഗൈസ്, ഞാൻ അങ്ങനെ തന്നെ പറയും ഗൈസ്, ഒരു തെണ്ടികളും ഒരു വക സാധനങ്ങൾ അതിനകത്ത് കൊണ്ടിടുന്നില്ല. സോ ആ ഒരു സാമാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടും
ആർക്കും കൊണ്ടിടാൻ വയ്യ കേസ്. അന്നേരം ഞാൻ വിചാരിച്ച് ചെയ്യാമെന്ന്. സോ ഗൈസ് റെസ്റ്റ് എടുത്തിട്ട് സമയം പോലെ പറക്കിയിട്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് പറക്കിയിട്ട് പോകാം കേസ്. സോ ഗൈസ് കണ്ടേ, ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ് ഗൈസ്. ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ ക്ലീനാക്കാൻ പറ്റണതല്ല, ഇഷ്ടംപോലെ ഉണ്ട്. ഡോണ്ട് ഡു ദിസ് കേസ്, ഡോണ്ട് ഡു. ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ മൊത്തം നിരത്തിയിട്ടാണ് കേസ്. എനിക്ക് സത്യം പറഞ്ഞ തന്നെ മൊത്തം വാരി കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. ബട്ട് ഇത്രയും ലേറ്റായിട്ട് ഞാനിത് കണ്ടു കേസ്. ഇത്രയും ലേറ്റായിട്ടാണ് ഞാനിത് കണ്ടത്. എനിക്ക് അന്നേരം ചെയ്യാൻ തോന്നി, ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ചെയ്തതാണ് ഗൈസ്. ഇനിയിപ്പം നേരെ ഇരുട്ടി എനിക്കിവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല ഗൈസ്. പക്ഷേ ഈ സൈഡിൽ ഞാൻ കാണിച്ചു കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് കുപ്പി കുറേ എണ്ണം ഞാൻ പറക്കി കളഞ്ഞു ഗൈസ്. എനിക്കിപ്പോൾ ഏതായാലും അത്രേ പറ്റുള്ളൂ. ഞാൻ ഇത്രയും ചെയ്തു ഗൈസ്. ഏകദേശം ഒരു 10-20 കുപ്പി ഞാൻ പറക്കി അതിനകത്ത് ഇട്ട്. ബട്ട് ഇനി ഇതിനകത്ത് വരുന്ന ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു കുപ്പി കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറക്കിക്കൊണ്ടെന്ന് അവിടെ ഇട്ടേക്കുക. കേസ് അങ്ങനെ മാങ്ങയും നാരങ്ങയും മേടിച്ച കേസ് അവിടുന്ന് 30 രൂപ കേസ്. 20 രൂപയുടെ മാങ്ങയും 10 രൂപയുടെ നെല്ലിക്ക, നാരങ്ങ കേസ് നെല്ലിക്ക. 3 നെല്ലിക്ക 10 രൂപ, പിന്നെ മാങ്ങ 30 രൂപ കേസ്. ഇവിടെ ലൈറ്റ് കത്തി കേട്ടാ. രാത്രിയിൽ ഇവിടെ ആൾക്കാരൊക്കെ വരാറുണ്ട്. ഞാൻ ചേട്ടൻ്റെ ചോദിച്ച കേസ് രാത്രിയിൽ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കൊള്ളാം കേസ്, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് തണുത്തല്ലാത്തായിരുന്നു. നമുക്ക് രാവിലെ വൈകുന്നേരം വന്നിട്ട് മേടിച്ച് ഉപയോഗിക്കരുത്. ഞാൻ കഴിച്ചു നോക്കട്ടെ ഇവിടെ മാങ്ങ എങ്ങനെ ഉണ്ടെന്ന്. അല്ല